പാസ്പോർട്ടിൽ സ്ത്രീയാണ്, പാസ്പോർട്ടിൽ സ്ത്രീ ആക്കി. ആധാർ കാർഡിൽ ട്രാൻസ്ജെൻഡർ. പക്ഷേ ഗൾഫ് സാധാരണഗതിയിൽ നമുക്കൊരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ എൻ്റെ അറിവ് കേട്ടോ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒരു പാസ്ബുക്കിൻ്റെ കോപ്പി, അതുപോലെ നമ്മുടെ എന്താ പറയുക സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതുപോലത്തെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് രേഖകൾ, ചിലപ്പോൾ ഐഡൻറ്റിറ്റി കാർഡാവും, ചിലപ്പോൾ ആധാർ കാർഡാവാം, പിന്നെ റേഷൻ കാർഡിൽ മസ്റ്റ്, ഇങ്ങനെയൊക്കെ പേര് വേണം പാസ്പോർട്ട് എടുക്കുമ്പോൾ എന്ന് ഞങ്ങളുടെയൊക്കെ സമയത്ത് അങ്ങനെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ന്യൂജൻ അല്ലെങ്കിൽ ഇതെന്തായാലും മൂത്ത സാധനമാണ്, നമ്മളത് സെയിം ഏജ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഏജിലുള്ള ആളുകൾക്കൊക്കെ അന്ന് പാസ്പോർട്ട് എടുക്കേണ്ടതും ഇന്ന് പാസ്പോർട്ട് എടുക്കേണ്ടതും ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ തന്നെ ലൈസൻസിൻ്റെ കോപ്പിയെങ്കിലും ഒരു ഇതാക്കിയിട്ട് കൊടുക്കണം, അതങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ആണ് പെണ്ണായിട്ട് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവന് മാത്രം പാസ്പോർട്ടിൽ പേര് മാറി വന്നിട്ടുണ്ട്. അതായത് പാസ്പോർട്ടിൽ മാത്രം പെണ്ണും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആണുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കേട്ട് നോക്കിയാലോ, അല്ലേ? ഒന്ന് കേൾക്കാം. ഇല്ലല്ലോ, അതിപ്പോ ആധാർ കാർഡിലൊക്കെ എന്താണുള്ളത്? എന്റെ ആധാർ കാർഡിൽ ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെയാണ്. അപ്ഡേറ്റ് ചെയ്ത് റേഷൻ കാർഡിൽ എടുത്തിട്ടില്ല. പാസ്പോർട്ടിൽ സ്ത്രീയാണ്. പാസ്പോർട്ടിൽ സ്ത്രീയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും പോകാൻ പാടില്ല എന്നുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് അലൗഡ് ഇല്ല. പക്ഷെ സ്ത്രീ ആയി കഴിഞ്ഞാൽ പോവാം. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, GCC കൺട്രിയിൽ. അപ്പൊ പോവാം, കുഴപ്പമൊന്നുമില്ല. നമ്മള് സ്ത്രീ പുരുഷൻ എന്നുള്ളിടത്ത് സ്ത്രീ ആയിരിക്കും. അതെ, ഒരു പുരുഷൻ, ആദ്യം പേര് മുഹമ്മദ് ജാസിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ടിൽ മാത്രം സ്ത്രീ, ബാക്കിയെല്ലാം ട്രാൻസ്ജെൻഡർ. അപ്പോൾ പാസ്പോർട്ട് ഓഫീസിലിരിക്കുന്നവരൊക്കെ എൻ്റെ മാതിരി മൊണ്ണേളാന്നാണ് എൻ്റെ വിചാരം. ഏറ്റവും A to Z പ്രൂഫ് കൊടുത്തെങ്കിലേ പാസ്പോർട്ടിൽ കറക്റ്റ് ഇതിന് ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്ത് കിട്ടുള്ളൂ. ഇതൊന്നും ഇവനിക്കറിയില്ല. ഇവനെ ഇങ്ങോട്ട് തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, എന്തിനീ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഈ പിത്തനെ പറഞ്ഞ് നടക്കുന്ന ഈ നായി, അതാ ഈ അറിയാത്തത്. ഇവന് ജീവിക്കണമെങ്കിൽ ഒരു തൂമ്പയൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള കുണ്ടനുണ്ടല്ലോ, ജോനെ കല്യാണം കഴിച്ചു എന്നല്ലേ പറഞ്ഞു, കല്യാണം കഴിക്കാൻ എന്തോ നിങ്ങളിഷ്ടം, സുഖമായിട്ടും അവനെ വല്ല പണിക്കും വിട്, നല്ല കൂലി കിട്ടും. ഇപ്പോൾ ഒക്കെ പുറത്തിറങ്ങിയ 1000-1100 റുപ്യ കൂലിയുണ്ട്, സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഇതുപോലെ എന്തിനീ നാട്ടുകാരെ മുഞ്ചിച്ച് ജീവിക്കുന്നത്, എന്തിനീ വേണ്ടാത്തൊരു മെസ്സേജ് കൊടുക്കുന്നത്? എന്നിട്ട് ഇവന് മാത്രം ഇവന് മാത്രം പാസ്പോർട്ടിൽ സ്ത്രീ എന്ന് പേരും, മറ്റുള്ളവർക്കൊക്കെ ഇതും ഒരു ഇതിനും കിട്ടില്ല. സ്ത്രീ ആണെങ്കിൽ മാത്രം തന്നെ, അത് പണ്ട് മുതൽ ജനിച്ച മുതലേക്ക് സ്ത്രീ ആണെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ സ്ത്രീ ആവണം. നമ്മൾ കൊടുക്കുന്ന ഓരോ എവിഡൻസിലും ഓരോ പ്രൂഫിലും സ്ത്രീ ആവണം. എന്നാൽ മാത്രമേ ഈ പാസ്പോർട്ടിൽ സ്ത്രീ എന്ന് കിട്ടുള്ളൂ. അല്ലാത്തവന് ഈ മറ്റേ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞ് കിട്ടണമൊക്കെ ഉണ്ട് ഇത്ര. ഇപ്പോൾ അതെനിക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ട്രാൻസ്ജെൻഡർ തന്നെ ആയിരിക്കും ചിലപ്പോൾ. പിന്നെ ഇവർക്ക് മാത്രം പാസ്പോർട്ടിൽ സ്ത്രീ എന്നാണ്. എനിക്ക് പോകാം, എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിലൊന്ന് ദുബൈയിൽ വന്ന് പോകാൻ പറ്റും എനിക്ക്. ജസ്റ്റ് ഞാൻ തുമ്പിയുടെ റൂം പറഞ്ഞിട്ട്, തുമ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നക്കിയുടെ അടുത്തൊക്കെ റൂം പറഞ്ഞിട്ട് എവിടെയെങ്കിലും കാലോ കയ്യോ പിടിച്ചിട്ട് അന്നൊരു 2 ദിവസം അവിടെ ഇരുത്താൻ പറയാം. ഈ ഒന്ന് കയറി പോയിട്ട് കാണിക്കോ? എന്തിനാടെ പൊന്നു നായിൻ്റെ മോനെ ഇങ്ങനെ സമൂഹത്തിൽ നുണ പറഞ്ഞ് കിടക്കണേ? എന്താണക്കിതെന്നൊക്കെ കിട്ടുന്നത്? എടാ കരിങ്കുണ്ട, വെറും സത്യത്തിൽ കപ്പൽ കുണ്ടനായി, വെറുതെ അല്ല എന്നെ കുണ്ടാ വിളിക്കുന്നത്. വായ പൊളിച്ചാൽ നുണയല്ലാതെ പറയില്ല. സുബ്ഹാന ജല്ല ജലാലി, ഇതുപോലെ നുണ പറഞ്ഞ് നടക്കുന്ന ഒരു ഐറ്റത്തിന് അത് പിന്നെ ഒരു കഥ എന്താ പറയേണ്ടതെന്ന് അവനറിയില്ല, എന്താണ് ഞാൻ പറയുന്നതെന്ന് അവനറിയില്ല. സത്യത്തിൽ എപ്പോഴും ആ ഒരു മയത്തിൽ തന്നെ നടത്താം. ഈ നോർമലാവലില്ല. ആ പിരാന്തനെ പേടിപ്പിച്ച്, ആ പിരാന്തന് മൊബൈലും ഇല്ലല്ലോ, ഇവൻ്റെ കെട്ടിയോന് മൊബൈലില്ല, മൊബൈൽ കൊടുക്കൂല, താച്ച് പുറം പൊളിച്ചിട്ട് അവിടെ ഇട്ടിക്കാണ്. ഓനെ കണ്ടിട്ടുണ്ടോ? ഓനിപ്പോൾ നോക്കുമ്പോൾ പർദറിന് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ ആനനെ പാപ്പാൻ തോട്ടി വെച്ചിട്ട് നോക്കുമ്പോൾ ആന ഉണ്ട് ഇപ്പോൾ ആ ഒരു ബാക്കിലേക്ക് ഒരു വലിയത് കണ്ടിട്ടുണ്ടോ? അതേമാതിരി നായി അതിനെങ്ങനെ പീഡിപ്പിച്ച് നടക്കുക. വേറെ കുറച്ച് വോയിസുകളുണ്ട് കേട്ടോ, ഞാനത് പതുക്കെ ഇട്ട് തരാം നിങ്ങൾക്ക്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ ആരാണ് എന്താണെന്ന്. ഇപ്പോൾ 2 ദിവസം മുന്നേ കണ്ണൂർ എന്തോ ഉദ്ഘാടനത്തിൽ വിളിച്ചു ഇത്രേ. എന്നിട്ട് കണ്ണൂരുള്ള കുറേ താത്താരും കാക്കാരും ഒക്കെ ഇവനെ കെട്ടിപ്പിടിക്കാനൊക്കെ നിന്നുണ്ട്. എൻ്റെ പൊന്നു കണ്ണൂക്കാരെ, എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ണൂക്കാരാ, അവറ്റൊക്കെ ഇതിനെതിരാ. നിങ്ങളിതൊക്കെ ഏത് ആന ഇതെന്നാണ് വരുന്നത്?
നാണമില്ല നിങ്ങൾക്ക് ഈ കണ്ണൂക്കാരുടെ വില കളയല്ലേ? ഛേ, നാറികൾ നിങ്ങളെ പോലെയുള്ള സമൂഹങ്ങളാണ് നിങ്ങളെ ഇതേപോലെ വേഷം കെട്ടി നടക്കുന്നതിനെ ഇതാക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കിതൊരു പുത്തിരിയൊന്നുമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെനക്കത്തൂർ പൂരം തൃശ്ശൂർ പൂരം ഒക്കെ കണ്ടു വളർന്നോളൂ. ഞാൻ ഒറ്റപ്പാലത്തുകാരനാണ്, എനിക്കറിയാം. കാരണം ചെനക്കത്തൂർ പൂരത്തിനാണ് ഏറ്റവും കൂടുതൽ വണ്ടി വേഷം വരിക, അത് ഇതേമാതിരി തന്നെ വരിക. അതുകൊണ്ട് ഇതൊരു പ്രശ്നമുള്ളതല്ല, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വളർന്നു വരുന്ന പൈതങ്ങളെങ്ങനെ ഇതാക്കണം? നിങ്ങൾ ചേറ്റത്തരം.